ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. എന്താ വെച്ചാൽ നമ്മളെ പ്ലസ് ടു ബാച്ചിൻ്റെ ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ ഞാൻ പോരാനിറങ്ങാണ്. ടൈം കുറേ ആയി. 10 മണിക്ക് വരാമെന്ന് ഞാൻ പറഞ്ഞാണ്. പക്ഷെ 11 മണിയായി. എന്ത് ചെയ്യാനാ, നീക്കാൻ നേരം പറ്റി സ്വാഭാവികം. അപ്പോൾ എന്താ പറയുക, കുറേ കാലത്തിന് ശേഷം 3-4 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ്. 2-3 കഴിഞ്ഞു തോന്നുന്നു. പക്ഷെ അത് ഭയങ്കര കുറച്ച് അടിപൊളിയായിട്ട് നടത്തുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം, എല്ലാവരും കാണാനോ. അപ്പോൾ ഭയങ്കര സന്തോഷം, എന്താ അറിയില്ല. എന്തായാലും പോയിട്ട് വരാം. അവിടെ പോയിട്ട് ബാക്കി ഫുള്ള് കാണാം കേട്ടോ. ഇതാണ് ക്ലാസ്. ഇപ്പം H2A ആണ്, പക്ഷെ നമ്മൾ H2C ആണ് പണ്ടത്തെ. സാറന്മാരൊക്കെ വന്ന് കുറേ ആൾക്കാരങ്ങനെ വരുന്നുണ്ട്. സാറന്മാരെ വരുന്നത് ലൈഫിൽ മറക്കാനാവാത്ത കുറച്ച് സാറന്മാരാണ് ഇതൊക്കെ. ഫുള്ള് പരിപാടി, കളർ പരിപാടിയാണ്. എല്ലാവരും ഉണ്ട്. ഓരൊക്കെ മുഖത്ത് കാണുന്ന സന്തോഷം കണ്ടില്ലേ, ഇതൊക്കെ തന്നെ വലിയ സംഭവം തന്നെയാണ്. കാരണം ഒരു ഗെറ്റ് ടുഗദർ വെക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് ഫുള്ള് പരിപാടി എല്ലാം കണ്ടക്ട് ചെയ്ത് ഭയങ്കര രസമായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ നമ്മൾ ക്ലാസ് റൂമൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു ഗേൾസും കാര്യങ്ങളൊക്കെ ക്ലാസ് റൂം അടിച്ചൊരുത്തോടെ ഫുള്ള് ക്ലാസ്സിലെ ബെഞ്ചും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ഫുള്ള് അറേഞ്ച് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ. പിന്നെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ ബോർഡും എഴുതി. പിന്നെ നമ്മളെല്ലാവരും വെൽക്കം ചെയ്ത് സാറുമാരൊക്കെ ഉള്ളിൽ കയറി ഓഫീസിൽ കാണാൻ എല്ലാവരും നീപ്പിച്ചിരിക്കണ്. സാറുമാർ വന്ന് പറഞ്ഞാണ്ട് അന്നൊന്നും ഒരേപോലെ രണ്ടാൾക്കാർ. ഓൽക്കും അന്നും തന്നെ പരിപാടി, ഇപ്പോഴും തന്നെ പരിപാടി. റസ്ല ഇങ്ങോട്ട് നോക്ക്, വീഡിയോ എടുക്കാം. അന്നും ദേമാരിക്കന്നെ, എന്നും ദേമാരിക്കന്നെ, ഒരു മാറ്റമില്ല. ഫുള്ള് അലമ്പ്. ഇതൊരു കോസ്റ്റ്യൂമൊക്കെ ഇവിടെ ഓക്കെ. ഇതിലേറ്റവും ആക്റ്റീവായുള്ളൊരു വ്യക്തിയാണ് സൽമാൻ മുത്തു. അവനെ കാട്ടിക്കൂട്ടിലൊക്കെ അടിപൊളിയല്ലേ, സംഭവം നൈസാണ്. അഫ്സലൊക്കെ ഉണ്ടാവും, ഒരേ വൈബേനു. ചെക്കൻ നമ്മളെ ക്ലാസ്സിലെ ആകെ ഒരു പാട്ടുകാരനപ്പോൾ മാത്രമുള്ളൂ. ഇവരെന്നാണ് മെയിൻ, ഈ പരിപാടിൻ്റെ ഏറ്റവും വലിയ മെയിൻ. വെറുതെ വക്കോട്ടി അങ്ങോട്ട് നടക്കുക. പിന്നെ അർഷ വന്നപ്പോൾ അർഷനെ കണ്ട് വിളിച്ചെത്തി. ഞാൻ ആച്ചിന്ന് കയറി, ഞാൻ വീഡിയോ എടുക്കാൻ. അപ്പോൾ രണ്ടാമത് കയറി എന്ന് പറഞ്ഞു. ഓനാകെ വീഡിയോ പെട്ടെന്ന് കണ്ടപ്പോഴേ ആ കിളി വീണ്. പിന്നെ അഷ്റഫ്, ചെക്കൻ പാവാണ് ആള്. ഭയങ്കര എല്ലാ പരിപാടിക്കും ഭയങ്കര ഉഷാറാണ്. എന്ത് പരിപാടിക്കായാലും ഭയങ്കര ആക്റ്റീവാണ് ആള്. അവർക്ക് വേറെ പരിപാടിയൊക്കെ ഉണ്ട്, കഴിഞ്ഞ് വന്നാണ്. പിന്നെ സൊഫ്വാൻ ഭയങ്കര സൈലൻ്റ് ആള്. പക്ഷെ നമ്മളോടൊക്കെ അല്ല പരിപാടി, പക്ഷെ ഉള്ളിലൊക്കെ നല്ല സൈലൻ്റാണ്. പിന്നെ ആഷിഫ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആഷിഫ് റഹ്മത്തൊക്കെ ഇവരൊക്കെ മെയിനായിരുന്നു ക്ലാസ്സിൽ. അടിപൊളി, നല്ല കമ്പനിയാണ്. എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. നല്ല വൈബിന്. ഓരോ കുട്ടികളും മക്കളൊക്കെ വന്നപ്പോൾ നല്ല രസമാണ്. കാരണം എല്ലാവരും കാണാൻ പറ്റില്ലേ. പിന്നെ ഈ പരിപാടിൻ്റെ മെയിൻ ആൾക്കാർ ഓരോ ചർച്ചയിലാണ് എന്തൊക്കെ പരിപാടി ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള പ്ലാനിലാണ്. ബുക്കിലൊക്കെ എഴുതിക്കുന്നുണ്ട് ഫുള്ള് കാര്യങ്ങളൊക്കെ. ആഷിക്ക് മുത്ത് എല്ലായിടത്തും മെയിനായിട്ടാ. മുത്ത് ഇവിടെ ക്യാമറ ഉണ്ട്, അവിടെ ഉണ്ട് അവന്. സംഭവം ആൾ അടിപൊളിയാണ്. എന്തായാലും പരിപാടി അടിപൊളിയായിരുന്നു. പരിപാടി കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. ഒരു പരിപാടിയാണ്. ഇത് നമ്മളെ സ്കൂളിലുള്ള സാധനം, ഇത് 2 സാറുമാർക്കുള്ള സാധനം. ഇത് നമ്മളെ സ്കൂളിൽ സ്പോൺസർ ചെയ്യണ്ട. പൈസ നമുക്ക് വിഷയമല്ല അല്ല മുത്തോ. ഞാൻ എന്തേലും പറയണ്ട, എന്തേലും പറയണ്ട, സന്തോഷം മാത്രമേ ഉള്ളൂ. എന്താണ് എന്തേലും പറയണ്ട മദ്രസ ഒന്നുമില്ല. എന്തേലും പറയണ്ട ഷമീല, എന്തേലും പറയും, എന്തേലൊക്കെ പറയും. മഞ്ജുണ്ട പെണ്ണൊക്കെ മാത്രമേ കൊടുക്കുള്ളൂ. ഒരു കുട്ടി അവിടെ ലാസ്റ്റ് ഇരിക്കണു. ഇവരാണ് മെയിൻ. ഇവ എല്ലാവരും ഉണ്ടാക്കിയവരാണ്. നേരെ വെക്കാൻ തോന്നുള്ളൂ. അവിടെ പരിപാടി തുടങ്ങിയാണ്. ഞാൻ പുറത്തേനു. അപ്പോൾ 2015-17 അല്ലേ, ഈ ബാച്ചിലെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൽ തന്നെ
ഒരു 9 വർഷം ഞാനിവിടെ 9 വർഷമായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. റഹീം സാർ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊന്നും പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് നെറ്റുകളിലൊക്കെ ഞാനിടയ്ക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ഒരു സന്തോഷം ഞാൻ ആദ്യമായിട്ട് പങ്കുവയ്ക്കുകയാണ്. സംഘടിപ്പിക്കുമ്പോൾ ആകെ കുറച്ച് പേരുണ്ടാവും, ആകെ ഒരു 4-5 ആൾ. നമ്മൾ വരുമ്പോഴേ അറിയാം, നമ്മൾ വിളിക്കുമ്പോൾ പറയും എല്ലാവരും ഉണ്ട് കാര്യങ്ങൾ. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ അവരുടെ എണ്ണം കണ്ടാണ് ബന്ധപ്പെട്ട പ്രോഗ്രാം. അങ്ങനെയുള്ള കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. ആദ്യമായിട്ട് അതിനെ അഭിനന്ദിക്കുകയാണ്. പഠന സമയത്ത് ഈ കൂട്ടായ്മകൾ, ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ തുടർന്ന് കൊണ്ടുപോകണം. ക്ലാസ് സമയത്തൊക്കെ തന്നെ ഞങ്ങളോട് സൂചിപ്പിക്കാറുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് അതിന് സാധിക്കും. വാട്സപ്പ് അതുപോലുള്ള സോഷ്യൽ മീഡിയകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിയങ്കരനായ സഫീർ സാർ, ഇതിൻ്റെ സംഘാടക സമിതി നേതാക്കളായ ഹംസ, അതുപോലെ ജാസിർ ഹുസൈൻ, പിന്നെ പെൺകുട്ടികൾ എത്ര പേര് അറിയില്ല, ബദുമിസ് ഉണ്ട്. അവരുടെ ബന്ധുവാണ്. പിന്നെ മറ്റ് എല്ലാ വിദ്യാർത്ഥിനികളും കൂടുതൽ സമയം നിങ്ങളെ കൂടെ ചെലവഴിച്ച് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകണം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ സാറ് വന്നത്. ഞങ്ങൾ രണ്ടുപേരും പോലെ നാട്ടുകാരനെയാണ്, അതുകൊണ്ട് ഒന്നിച്ച് തിരിച്ചു പോകാനുള്ള പ്ലാനാണ് വന്നത്. പക്ഷേ വരുന്നതിനകത്ത് ഇവിടെ പഠിപ്പിച്ചിരുന്ന സാറ് ഗൈസ് ഫുഡൊക്കെ ഉണ്ട് ഗൈസ്. ഫുൾ കളർ പരിപാടിയാണ്. നമ്മൾ കുറേ ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ എന്തൊക്കെ പരിപാടി ഉള്ളിൽ നടക്കുന്നുണ്ട്. സാറുമാരെ ചർച്ചയും കാര്യങ്ങളൊക്കെ. ഞാൻ 2015 ജൂലൈയിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 3 മാസം കഴിഞ്ഞ് ഈ മാസത്തിൽ നവംബറിൽ 19 17 നാളെ മറ്റന്നാൾ ഞാൻ ഇവിടുന്ന് പോയ വാർഷികം കൂടി 9 വർഷമായി പോയി. അതായത് ഒരു നവംബർ 15 ആയപ്പോഴേക്കും എനിക്ക് സീനിയറായിട്ട് പ്രൊമോഷൻ കിട്ടി. അവസ്ഥ അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവർ അംഗീകരിച്ച് നമ്മുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തിൽ അവർ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ അവരെ ഉയർത്തിക്കൊണ്ടുവരണം ഓർമ്മിച്ചുകൊണ്ട് ഒരാളെ മഞ്ചോട് കൽപ്പിച്ച് 5 മഞ്ച് വന്നതെന്നോളൂ. ഞാൻ ഫസ്റ്റ് വന്നോടെ ഭയങ്കര ഇൻട്രസ്റ്റ് എല്ലാം ചെയ്തു വരുന്നു. അപ്പൊ സാറ് ഭയങ്കര വെരി ഗുഡ് ഒക്കെ പറഞ്ഞ നല്ല രീതിയിൽ ഉള്ള ഓരോ ചെറിയ വാക്കും ടീച്ചേഴ്സ് കേൾക്കുന്നത് ഓരോ വാക്കും നമ്മുടെ മനസ്സിലത്രയും ഏത് നന്നായാലും ഉണ്ടാകുന്നുണ്ട്. എവിടെ ചെങ്ങായേ പണിയൊക്കെ ഒഴിവാക്കി വേണ്ടേ? കേറ ഉള്ളിൽ കയറ ഏച്ചത് കളിക്കണ് കുട്ടിയാളെ പോലെ. സലാമേ കുട്ടി കുട്ടികളെ ശീലിപ്പിക്കണ്ടല്ലേ? കളിപ്പിച്ച് ശീലണ്ട്. അതിനെ അടങ്ങാറാക്കണ്. ഇതൊക്കെ ഏതാ തെണ്ടുകൾ വെച്ചിട്ടുള്ളത്? സാധനം എനിക്കില്ലല്ലോ. തന്നെ 12 മണി എന്നെ 12 മണി ഇതാണ് ഇപ്പൊ സമയം. എന്താ ചെയ്യുന്ന ഓക്ക് 1:45 12 മണിക്ക് എൻ്റെ ആളാണ്. ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി മാനത്തോദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി ഏതാണി രാജാത്തി കണ്ടാൽ കൊതിലങ്കും കരട് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂമണമുള്ള കണ്ടാൽ കൊതിലങ്കും കരട് കലമാൻ മിഴി
കണ്ണാടിയുള്ള കൈതപ്പൂമണമുള്ള കണ്ണാടി കവിടത്ത് കാണുന്ന കത്തൂരി വിറ്റതോ വിട്ടുവാൻ വെച്ചതോ ഏതാണീ രാജാത്തി ഏതാണീ രാജാത്തി മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണീ രാജാത്തി ഏതാണീ രാജാത്തി വ്ളോഗർ മുത്തോ ഒതുക്കങ്ങളിലെ സ്വന്തമായിട്ടുള്ള ഒരു തേർട്ടി ബ്രോ ആണ്. പൈസ എന്നിട്ട് കള്ള വെറുതെ ഗൾഫ് നിർത്തി പോകുന്നുണ്ട്. പൈസ കുറെ വാരി ഉണ്ടാക്കി പോകുന്നതാണ്. ചിരിക്കടി ഇവിടെ വന്ന് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞോ. ഓക്കെ ഓക്കെ. ഓഫീസിലെന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങൾ ചെയ്ത് നിങ്ങളെ താമസിക്കുന്ന നിങ്ങൾ പറയും അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. എങ്കിലും നമുക്ക് ആ ഒരു ഇത് പോകും, അല്ലെങ്കിൽ നമ്മൾ നീക്കി കഴിയും അല്ലത് അല്ലേ? അപ്പൊ എല്ലാവരും ഇവിടെ വരണം. ആർക്കും അറിയാൻ പറ്റില്ല പറയുന്നത്. നിങ്ങളുടെ പേര് പറയാം, നിങ്ങൾ പഠിച്ചത് പറയാം, പിന്നെ എന്തെങ്കിലും ദേശീയങ്ങളിൽ പറഞ്ഞു പഠിക്കുന്ന സമയത്ത് അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ പറയാം. സ്നേഹം മാത്രം. ഓക്കെ എല്ലാരും ചെല്ലാട്ടോ. സ്റ്റേജ് പോയി വർത്തമാനം പറയാൻ പാടുള്ളൂ. എന്നോടൊക്കെ പ്രത്യേകിച്ച് ഒരാള് ടൈപ്പാണ് ചെയ്യ്. പാട്ട് 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 ഒരു പാട്ട് ഒരു പാട്ട് ഒരു പാട്ട് ഒരു പാട്ട് പാടി ഒരു പാട്ട് ഒരു പാട്ട് ഒരു പാട്ട് ഒരു പാട്ട്. ആ പാട്ടടാ. കരക്കണോ? കര 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 അത് കേട്ടോ. കര കേട്ടോ എടുത്തോ. ഏതൊക്കെ എൻ്റെ ഫോണിലുണ്ടോ? കരക്കണ്ടോ? അവിടെ എഴുതോ മൈക്കോളൊക്കെ ഉച്ചോ അടുത്ത സംസാരിക്കേ. വിളിച്ച് വേറെ വിളിച്ചേ കളിക്കണേ. അതേപോലെ തന്നെ ഞങ്ങള് ആരും സ്കൂൾ വിട്ടാൽ കളിയൊന്നും പോയിട്ടില്ലായിരുന്നു. സന്തോഷം എന്തായാലും ഇങ്ങനെ ഒരു പങ്കെടുക്കാൻ പറ്റിയത്. പിന്നെ എന്റെ കൂടെ ഒരു സുഹൃത്തുണ്ട്, എല്ലാവരോടും പറഞ്ഞ് നമ്മളെല്ലാവരും വിഷ് ചെയ്തിട്ട് അനസ്മോനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കല്ലേ. ഇവിടെ സങ്കടം വരും ചെക്കല്ലാത്തോണ്ട്. എന്റെ കൂടെ എനിക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് പറയാം. എന്റെ കൂടെ ഇപ്പൊ ഒരു 4-5 ആൾക്കാർ ഞങ്ങളെ എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഡെയിലി കാണുന്നു, ഡെയിലി വിളിക്കും. അങ്ങനത്തെ 5 പേരോടെ ഉണ്ട്. ആസിഫ്, ആഷിഖ്, ഹംസ, ബാക്കിയുള്ള ഒരുവിധ ഒരു ഉപഹാരം നൽകണേ. 2% ഒരാൾക്ക് കൊടുത്തു. ഇങ്ങോട്ട് നോക്കിയാലോ. നമ്മളെ ക്ലാസ് ലീഡറാണ് ഇവളും. നമ്മളെ +1 ക്ലാസ് നമ്മളെ എക്സ്റ്റേണൽ സാറാണ്. നമുക്ക് ഒരുപാട് ഓർമ്മകൾ തന്ന സാറാണ്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുഖമാണിത്. മനസ്സിലെപ്പോഴും ഓർത്തിരിക്കണ ഒരു മുഖം. ഭയങ്കര നമ്മളെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാറാണ്. അടുത്തതായി സ്കൂളിന്റെ ചെറിയൊരു ഉപകാരം വാങ്ങിയിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങാൻ സെക്രട്ടറിനെ കൂടെ ക്ഷണിക്കുന്നു. സെക്രട്ടറിനെ വൈദ്യുതിനെ കൂടെ ക്ഷണിക്കുന്നു. നമ്മളെ വക വേറെ ഒന്നും കൊണ്ട് അങ്ങ് കൊടുക്കണം.
നമ്മളെ കൂടെ കഴിയണ പോലെ നമ്മൾ ഹെൽപ്പ് ആക്കും. സ്കൂളിലൊരു ഉപഹാരം കൊടുക്കാണ്, സ്കൂളിലൊരു ഉപഹാരം കൊടുക്കാണ്. നമ്മളെല്ലാവരും കൂടിയും ആർക്കെങ്കിലും പാട്ട് ചെയ്യാൻ പാടുന്നെങ്കിൽ ഇവിടെ മൈക്ക് ഫ്രീ ആണ്. പാടത്ത് നമ്മൾ കേക്ക് മുറിയാണ് സ്റ്റാർട്ട് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ഫുഡ്. ആരൊക്കെ സുഖല നല്ല സ്വഭാവത്തിന് മാറ്റം വന്നില്ല, ചെറിയ കുട്ടികളെ പോലെ പോലും. എന്തൊക്കെയാ സുഖലെങ്കിൽ ജൂനിയർ ജൂനിയർ സുഖല. ഹാപ്പി ബർത്ത്ഡേ ടു ഞാൻ പാടണടാ. എന്താ ബർത്ത്ഡേ അല്ലടാ, റിയൂണിയൻ. പരിപാടിയൊക്കെ ഫുൾ മെയിനാട്ടാ, എല്ലാത്തിനും മെയിനാ. സബ്സ്ക്രൈബ് ചെയ്തിടാ, സബ്സ്ക്രൈബ് ചെയ്തിടാ. അതപ്പോ ചെയ്യും. ഹംസ ബിൻ മൊയ്തീൻ, എന്റെ പേര് എനിക്കറിയില്ല. ആളെ പന്നി ഇതാണ് ഷെമീല. അതൊക്കെ എന്താണ് +2 കഴിഞ്ഞപ്പോ എല്ലാരും മറന്നാ. ഇത് നമ്മളെ സ്വർഗം അന്നത്തെ. എൻ്റെ പൊന്ന് 5 വർഷം നമ്മൾ തകർത്തടി സ്കൂളാണ്. ഇതൊക്കെ ഹയർ സെക്കൻഡറി ബ്ലോക്കാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. ഹയർ സെക്കൻഡറി കാര്യങ്ങളൊക്കെയാണ്. പുതിയ ബസ് ഒന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ പഠിച്ച ഹയർ സെക്കൻഡറി. ഇപ്പോൾ 2 ബസ്, പുതിയ ഒരു ബസ് വന്നിട്ടുണ്ട്. 2 ബസ്സും പുതിയതാണ്. ഇതിന് മുന്നേ വേറെ ബസ്സിന്. പിന്നെ അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ബാസ്കറ്റ് ബോളും ഇതിൻ്റെ കോട്ടൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്ത് നമ്മളെ ഹൈസ്കൂളുണ്ട്. പിന്നെ ഈ 2 ബിൽഡിങ്ങും പുതിയ ഒന്നാണ്. ഇതാണ് നമ്മളെ മെയിൻ സ്വർഗം ഹയർ സെക്കൻഡറി. കുറേ കാര്യങ്ങൾ പുതിയ വന്നിട്ടുണ്ട് സ്കൂളിൽ. എന്തൊക്കെയാണെന്നൊരു ഐഡിയ ഇല്ല, കുറേ ഉണ്ട്. ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടിയ പോലെയായിരുന്നു ഗെറ്റ് ടുഗദർ വന്നപ്പോൾ. കാരണം കുറേ കാലത്തെ ശേഷം നമ്മളൊന്ന് എല്ലാവരും ഒത്തുകൂടി ഭയങ്കര രസമായിരുന്നു, അടിപൊളിയായി പോയിരുന്നു. നമ്മളെ സാറ് സഫീർ സാറ്, ഈ സാറിനൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ സാറുമാർക്കുള്ള മൊമെൻറ്റോസും കാര്യങ്ങളൊക്കെ, സ്കൂളിലുള്ള മൊമെൻറ്റോ, 2 സാറുമാർക്കുള്ള മൊമെൻറ്റോ. ആഷിക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആഷിക്ക് നമ്മൾ പാട്ടാണ്, മുത്തയിലുള്ള സ്റ്റെപ്പ് വെക്കുന്നുണ്ട്. സംഭവം ഭയങ്കര രസമായിരുന്നു പരിപാടി, ഒരു രക്ഷയിലായിരുന്നു. കളറ് പരിപാടി. ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ ഗെറ്റ് ടുഗദർ ഞാൻ കൂടിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇങ്ങനത്തെ ഒരു വൈബ് കിട്ടിയില്ല. ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ ഒത്തുകൂടൽ ഭയങ്കര രസമല്ലേ, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം, അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര രസമല്ലേ. അപ്പോൾ ആ ഒരു വൈബും എന്താ പറയുക, നമ്മൾ സ്കൂൾ പഠിക്കുന്ന ടൈമിൽ ഓണപ്പരിപാടിയൊക്കെ ഇല്ലേ, അതേപോലെ ഫുഡ് കഴിക്കണ്ട, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക. അങ്ങനത്തെ ഒരു ഭയങ്കര രസമായിരുന്നു. എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിയ. കുട്ടീനെ എങ്ങനെ ഭീഷണിപ്പെടുത്തി ഞാൻ ഓരോ കാര്യം പറഞ്ഞാണ്ട്. ഞാൻ കുട്ടീനെ അങ്ങനെ ഭീഷണിപ്പെടുത്തി ഓരോ പരിപാടി കഴിഞ്ഞ് വരാമെന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ്. പിന്നെ ഇങ്ങനെ മുർഷിദും സുഹൈലും ഫുഡൊക്കെ കഴിക്കേണ്ടി പോകും പറഞ്ഞു. ഇത് ഫുഡ് ചേടാ ആദ്യം വന്ന് ചിരിച്ചണ കൂടില്ലേ അങ്ങനെ ഇവിടെ ആക്കിയോട്ട്. ഓക്കെയാണ് ചിരിക്കില്ല. ശരിക്കുണ്ട്, ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നെ സുഹൈലാൻ്റെ കുട്ടി വെള്ളം പോയി, ആ കുപ്പിയിൽ നിന്ന് ഫുൾ വെള്ളമായിട്ട് വെള്ളം പോയി എന്നൊക്കെ പറഞ്ഞു കണ്ട് അവിടെ അലമ്പാക്കുണ്ടായിരുന്നു ഓളത്തല്ല കുട്ടി. പിന്നെ ഇവിടെ ആഷിക്ക് ഇതിൽ മ്യൂസിക് ഇട്ടുകൊണ്ട് ഫുള്ള് കരോക്കല്ല സോങ് ഇട്ടുകാണ്ട് മൈക്കെടുത്ത് ഇങ്ങനെ പാടുണ്ട്. എല്ലാവരും ഞാൻ ഓൻ പാടാന്നാ. ഇങ്ങനെ അഫ്സലും മൊത്തം അതേപോലെ സ്റ്റെപ്പൊക്കെ വെക്കുന്നുണ്ട്, എന്തൊക്കെയോ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഭയങ്കര രസമായിരുന്നു. കളറ് പരിപാടി ഒരു രക്ഷയില്ല. കുറേ കോമഡിയും എല്ലാ രസമാണ് പരിപാടി എല്ലാത്തിനും. കാണാം, ഞാൻ വിളിക്കണ്ട്. ആയിക്കോട്ടെ, ഞാൻ വിളിക്കണ്ട്. ഷെഫീർ സാർ അടുത്ത പരിപാടി എന്താ സംഭവം? എന്താ പറയാ ടോപ്പിക് അല്ലേ? ആ, ഒരു ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് അല്ലേ, അത്രേ ഉള്ളൂ. അന്താക്ഷരി ഉണ്ടല്ലേ? ആ, 3 ഗെയിംസാ? ഓക്കെ.
ഇവരാണ് കോർഡിനേറ്റേഴ്സ് രണ്ടാള്. മെയിനാണ് മെയിന്. മഞ്ചൊക്കെ ഉണ്ട്. സമ്മാനം മഞ്ചാണ്. മഞ്ചല സമ്മാനം മഞ്ചല. മുത്തോ അഭിപ്രായം പറയാം. ഗെറ്റ് ടുഗദർ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മുത്തൂര് 5 കിലോ. ആരുതാ? നിങ്ങൾ 3 ആളാ? ഷെമീലുണ്ടാ? ഷെമീലുണ്ടാ? ഷെമീല ഡേ. ഓക്കെ ഓക്കെ. അശിക പാടുന്നു. മെയിൻ പരിപാടി ഇതാണ്. ഫോണിൽ ഇങ്ങനെ പാട്ടിടുക, എന്നിട്ട് മൈക്ക് എടുത്തുകൊണ്ട് വെറുതെ ആക്ഷൻ കൊടുക്കുക. നമ്മളിപ്പോൾ റീലൊക്കെ ചെയ്യില്ല, അതേപോലെ ഇങ്ങനെ ആക്ഷൻ കൊടുക്കുക. ഭയങ്കര രസമാണ്. എന്താ പറയുക, എല്ലാം തിരിച്ചു കിട്ടിയ പോലെ ഉണ്ട്. ആ ഒരു ഒറ്റ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആ ദിവസം ഉണ്ടല്ലോ, എല്ലാം പഴയ പോലെ തിരിച്ചു കിട്ടിയ പോലെ ഫുള്ള് കാര്യങ്ങളും പഴയ പോലെ തന്നെ നമ്മളെല്ലാ സ്വഭാവവും എല്ലാം അതേമാതിരി തന്നെയായിരുന്നു. രാവിലെ ലിസ്റ്റിലൊന്ന് നിർത്താൻ പറഞ്ഞോളൂ, വേറെ ഓള് പാട്ട്. സമ്മാനം സമ്മാനം പാട്ട് പാടിയൊക്കെ മഞ്ചു വരും. ഫുള്ള് ഫോൺ പറ. കുട്ടികൾ പോരോ, ഇജ് പാട്ടണ്ട. ഒരു പാട്ടല്ലേ, എന്താ വെച്ച് പാടണ്ട? ഓടോ കഴിവുള്ളവരൊക്കെ ഒന്ന് അംഗീകരിക്കട്ടോ. അടുത്തരാ നിങ്ങൾ പോകണ്ട, ഇജ് പോകണ്ട. അവിടെ സ്റ്റക്കായാ
കഴിഞ്ഞോ? ഓ ഗുഡ് ഗുഡ് ഗുഡ്. യേ ഈ കുട്ടികളുടെ സമ്മാനമായി വിതരണം ചെയ്യുന്നു. അടുത്ത 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 അടുത്ത് ഉഴുതു മുടിച്ചിട്ട് സിഗ്നലിനെ തെന്മൊഴി പൂക്കൊടി പാടിപ്പോച്ച് ചെടി മൺമതി പൈകിളി തീരെ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞവർക്ക് മനസ്സിലാവും നമ്മൾ ഈ ഗെറ്റ് ടുഗദർ വെച്ചിൻ്റെ ഒരു ഇത് എന്താ പറയുക നമുക്കുള്ള സന്തോഷം. കാരണം ഈ +2 ലൈഫ് കഴിഞ്ഞാൽ ഏകദേശം എല്ലാം തീർന്ന പോലെ. ഡിഗ്രി ലൈഫ് പറഞ്ഞാൽ അത്ര കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം +2 ലൈഫിൻ്റെ ആ ഫീല് ഡിഗ്രി ലൈഫിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വേറെയാണ്, ഇത് വേറെയാണ്, രണ്ടും മാറ്റി. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് മെയിൻ പരിപാടി. മൈക്ക് എടുക്കുക, എന്നിട്ട് ഒരു ബോക്സിൽ ഒരു പാട്ടിടുക, എന്നിട്ട് നമ്മൾ പാടുന്ന പോലെ ആക്ഷൻ കാണിക്കുക. അതുപോലെ മെയിൻ പരിപാടി. ഇവർ രണ്ടോളം അതിൻ്റെ മെയിൻ ആൾക്കാരാണ്, സൽമാനും ആഷിഖും. ഇവരാണ് അവൻ്റെ മുഖം നോക്ക്, കറക്റ്റ് മറ്റേ ഗായകന്മാർ പാടുന്ന അതേ ആക്ഷൻ കൊടുത്തിട്ട് ഫേസിലൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇവരൊക്കെ ഉള്ളതുകൊണ്ടാട്ടോ അത്ര ഈ പരിപാടി ഇത്ര കളറായത്. കാരണം നമുക്കൊന്നും ഇങ്ങനെയൊന്നും ഇതാക്കാൻ കഴിയില്ല, കാരണം എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവർ രണ്ടുള്ളതുകൊണ്ടാണ് മെയിനായിട്ട്. പിന്നെ ഇതിന് വേറെ കുറേ ആൾക്കാർ ഇപ്പോൾ ഇരിക്കണ ആഷിഫ്, കാനു, ഓലൊക്കെ അർഷദ്, ഇവരൊക്കെ ഈ പരിപാടി നടത്താൻ വേണ്ടി ഒരുപാട് നടന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈ അർഷദ് പോലൊക്കെ എല്ലാവരും ഇതേപോലെ എല്ലാവരും ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി പാട്ട് അതിനനുസരിച്ച് ഇങ്ങനെ എല്ലാവരും പാടണം കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിയാനായില്ലേ, ലാസ്റ്റ് ടൈമല്ലേ, കാരണം ഈവനിങ് ആയില്ലേ നിർത്താൻ. കാനു വേണ്ടിയില്ലേ, കാനു ഒരേ വൈബന്. സൽമാൻ നോക്ക്, സൽമാൻ ഇപ്പോഴും ഒരു മാറ്റമില്ല, മുഖഭാഗത്തിലൊരു മാറ്റമില്ല. കാരണം പാട്ടാ ഇട്ടിക്കണേ അതേപോലെ പാടുന്നുണ്ട്. പാടല്ല, അങ്ങനെ ആക്ഷൻ കൊടുക്കുക, ഫേസ് കൊണ്ട് ഇങ്ങനെ ആക്ഷൻ കൊടുക്കുക. ഫുള്ള് ഒരേ വൈബാണ്. ഇവനൊക്കെ റീൽസ് എടുത്ത് കഴിഞ്ഞാൽ ഇവനെ ക്ലിക്കാവും, കാരണം ഒരേ അഭിനയമാണ് ചെക്കൻ. പിന്നെ ആഷിഖ് നിർത്തിയതുകൊണ്ട്, ആഷിഖ് പിന്നെ കൈകൊണ്ടും കാര്യങ്ങളൊക്കെ അവൻ്റെ ഷെഡ്ഡി വരെ കാണുന്നുണ്ട് ലാസ്റ്റ്. പിന്നെ എല്ലാവരും ഇങ്ങനെ ബോക്സിലുള്ള പാട്ട് ഇങ്ങനെ ഏറ്റു പോയിട്ടുണ്ട് എല്ലാവരും, കൈ കൊട്ടിട്ട് ഭയങ്കര രസമാണ്. ആ ടൈമിൽ കിട്ടുന്ന ഫീല് എൻ്റെ പൊന്നു സോട്ടറൊക്കെ കിട്ടിയ പോലെ വേറെ ആ ഒരു ഗെറ്റ് ടുഗദറിന് കിട്ടിയ ഫീല് വേറെ ഒന്നും കിട്ടില്ല. പിന്നെ അങ്ങനെ എല്ലാവരും കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കല്ലേ. അപ്പോൾ ഒന്നുകൂടി ഉഷാറാവാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയാണ്. കാരണം പരിപാടി കഴിയാനായി. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കണം എല്ലാവരും,
ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് പരിപാടി കഴിയാനാണല്ലേ. കാനോ കണ്ട സ്റ്റേജിൽ കയറിയെങ്കിൽ കാനോ എല്ലാവരും ഒന്ന് ഉഷാറാക്കുന്നുണ്ട്. സൽമാൻ ഇപ്പോഴും അതേപോലെ തന്നെ ഒരു മാറ്റമില്ല. സൽമാൻ മൈക്ക് എടുക്കുക, വെറുതെ ആക്ഷൻ കാണിക്കുക, പാട്ട് നല്ല നേക്കിൽ പാടുന്നു. മറ്റേ ഞാനും ആ പാട്ടില്ലേ, ആ പാട്ടിനും പൂമരത്തെ പാട്ട് എല്ലാവരും മറ്റേ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി മൈക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും പാടിയിരിക്കില്ല. അതേപോലെ സൽമാൻ എല്ലാവരും ഇതാക്കുന്നുണ്ട്. സംഭവം വലിയ ഗായകനായിരുന്നു വിചാരം. സംഭവം നല്ല രസമാണ്, പരിപാടി അടിപൊളിയാണ്, രസം കോമഡിയാണ് ഫുള്ള്. എന്നോട് വന്ന ആക്റ്റീവാണ്. പാട്ട് പാടി കാറ്റാടി തടലും തടലത്തൊരു മതിലും മതിലില്ല മനസ്സുകളുടെ ഒരു പെണ്ണും ലേറ്റ് എത്ര വാച്ചില്ല. ആ ചേക്കം ഇതാട്ടോ ആക്റ്റീവാണ് ആളെ, നല്ല ആക്റ്റീവാ. ശേല എന്തുകൊണ്ട് വൈകിയാ പറയും, കാരണം പറയും എന്തുകൊണ്ട് വൈകി. അതുകൊണ്ടാ വൈകി വന്ന അതിഥിയാണ്. ശേല ഞാൻ ഉണ്ട്, ഹംസ മോൻ കണ്ടില്ല പറഞ്ഞു, കാണാൻ വേണ്ടിട്ടാ. എന്താണ് സുഹൈല, ഓനെ പേരൊക്കെ അറിയില്ല. ഇങ്ങനെ എല്ലാരും മറന്നാ എല്ലാരും മറന്നാ. പറഞ്ഞു പറയിച്ച് വിട പറയുകയാണോ. എല്ലാരും പോയി. അങ്ങനെ നമ്മൾ പരിപാടി വൈൻഡപ്പ് ആക്കിയാണ്. ഇതാണ് നമ്മളെ കോർഡിനേറ്റർ. ഭംഗിയായിട്ട് പരിപാടി കഴിഞ്ഞാണ്. ഇന്നത്തെ പരിപാടി എന്തായാലും ഉഷാറായിട്ടുണ്ട്. എല്ലാവരും എത്തി. ഞങ്ങള് ഇപ്പോൾ ഏകദേശം 6 വർഷമായി ഇപ്പോൾ ഒതുക്കുകൾ സ്കൂളിൽ +2 കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും എത്തി, എല്ലാവരും കാണാൻ പറ്റി, ഭയങ്കര സന്തോഷം. സോറി, 7 വർഷം മറന്നുപോയി, കാലങ്ങനെ ഞങ്ങൾ പഠിച്ച സ്കൂൾ, ഇതാണ് ഞങ്ങൾ പഠിച്ച സ്കൂള്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സെറ്റായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വൈബും കൊണ്ട് അംശം വീണ്ടും വരുന്നതാണ്. അപ്പോൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഒന്നും മറക്കരുത്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണേ. അപ്പോൾ മറക്കരുത്.